അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഏറെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. രാവും പകലുമായിക്കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും ഒക്കെ തന്നെ നിരവധി കാണാൻ സാധിക്കും. എല്ലാവരുടെയും ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ടുള്ള സമ്പാദ്യം ഉണ്ടാവുക എന്നതായിരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, കച്ചവടം നമ്മളൊക്കെ തന്നെ നമ്മിൽ പല ആളുകളും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ധന സമ്പാദന മേഖലയാണല്ലോ. അവിടെ ഒരു മുസ്ലിം പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കച്ചവടം ചെയ്യുന്ന എന്തു വസ്തുവായാലും അതിലെന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകളോട്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിനോട് കൃത്യമായി പറഞ്ഞുകൊണ്ടായിരിക്കണം കച്ചവടം ചെയ്യേണ്ടത്. ന്യൂനത മറച്ചു വെച്ചുള്ള കച്ചവടം ഒരിക്കലും തന്നെ അനുവദനീയമല്ല. നമ്മൾ ആ ന്യൂനത മറച്ചു വെക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആരുടെയും ശ്രദ്ധയിൽ ഒരുപക്ഷെ പെട്ടില്ലെന്ന് വരാം. പക്ഷേ നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ അത് രേഖയാക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ അങ്ങനെ ന്യൂനതയുണ്ടെങ്കിൽ ഇല്ലാ ബയ്യനഹു ലഹു എന്നാണ്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിനോട് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഇന്ന ഇന്ന പോരായ്മകൾ, ന്യൂനതകൾ ഈ വസ്തുവിനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രശ്നമില്ല. അല്ലാതെ ന്യൂനത മറച്ചു വെച്ചുകൊണ്ട് ഒരാളെയും വഞ്ചിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഭാഗത്തു നിന്നും പാടില്ല എന്നാണ് ഈ ഹദീസിലൂടെ എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം ഹലാലാവട്ടെ. എത്രയും സമ്പാദിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. ഹലാലായ മാർഗത്തിലൂടെ ആവണം. അതുപോലെ തന്നെ അതിൽ നിന്ന് കൊടുത്തുവിട്ടേണ്ട നിസാബ് അനുസരിച്ചുള്ള സക്കാത്ത്, അതുപോലെ തന്നെ സ്വതക്കകൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പലിശ പോലുള്ള അതിഗുരുതരമായ സാമ്പത്തിക തിന്മകളിലേക്ക് ഒരിക്കലും പോവുകയും ചെയ്തുകൂടാ. അങ്ങനെയെല്ലാം തന്നെ ശ്രദ്ധിക്കുന്ന നമ്മൾ കച്ചവടം ചെയ്യുന്ന വസ്തുവിലെ ന്യൂനതയെക്കുറിച്ച് മനസ്സിലാക്കി അത് മറ്റുള്ള ആളുകളോട് പറഞ്ഞുകൊടുത്ത് ബോധിപ്പിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന നല്ല കച്ചവടക്കാരായി, നല്ല മുഅ്മിനായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തന്നെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.